സംസ്ഥാനത്തെ UDF തരംഗത്തിനൊപ്പം ഇരട്ടി മധുരമാകുന്നത് വയനാട്ടിലെ UDF തരംഗമാണ്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും UDF വിജയിച്ച് കയറിയിരിക്കുകയാണ്. അതിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ വയനാട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇപ്പോൾ നിയുക്ത MLA രണ്ടാം ഊഴത്തിലേക്ക് കടന്നിരിക്കുന്നു. MLA ടി സിദ്ദിഖ് 24-നോടൊപ്പം ചേരുകയാണ്. ഇനി ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഒന്ന്, ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ട്. ഒന്ന്, ഈ ദുരന്തബാധിത സ്ഥലത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമാക്കി മാറ്റിയതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രയാസകരമായ സാഹചര്യം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഹയർ എഡ്യൂക്കേഷൻ പ്രശ്നങ്ങൾ MLA എന്ന രീതിയിൽ ഞാനാണ് ഏറ്റെടുത്തത്, സർക്കാർ ഏറ്റെടുക്കാത്തതുകൊണ്ട്. 2, അവരുടെ കടം എഴുതി തള്ളിയതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ, പല ആളുകളും നിരവധി പരാതികൾ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, എനിക്ക് ഒക്കെ തന്നിട്ടുണ്ട്. കൃഷിഭൂമി പുനഃക്രമീകരിച്ച് കൊടുക്കുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് ഓർഡറിൽ വന്നതാണ്, ഗവൺമെൻറ് ഓർഡറായിട്ട് വന്നതാണ്. 1 സെൻറ്റ് ഭൂമി പോലും പുനഃക്രമീകരിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പരാതികളൊക്കെ പരിഹരിക്കാനും സമ്പൂർണ്ണ പുനരധിവാസം ഒരുക്കാനുമുള്ള നടപടികൾ, പുനരധിവാസം എന്ന് പറഞ്ഞാൽ പുനരധിവാസം മാത്രമല്ല, അവരെ ജീവിതത്തിലേക്ക് സമ്പൂർണ്ണമായി എത്തിക്കാനുള്ള നടപടികൾ, ആ നടപടികൾ പാർട്ടി മുന്നണി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ സർക്കാർ ടൗൺഷിപ്പിൽ ഇനി എന്തായിരിക്കും UDF സർക്കാരിൻ്റെ? ദുരന്തബാധിതരും അതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ സമീപനങ്ങൾ സർക്കാർ സ്വീകരിക്കും. ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിച്ച്, ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ചില പട്ടയമേളല്ല നടത്തി. പട്ടയമേള നമുക്കറിയാം. പട്ടയമേള നടത്തി വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ല, ഇവരുടെ പട്ടയമാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. പട്ടയമേള എന്ന് പറഞ്ഞിട്ടല്ല. ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കയറുക എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് അവിടെ നിർമ്മിച്ച ഒരു വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ട്, ഞങ്ങളും പോയിട്ടുണ്ട്, ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനത്തെ പൊളിറ്റിക്കലായി മാറ്റി എന്നതാണ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ പാളിച്ച. അതങ്ങനെ ആക്കേണ്ട ഒന്നല്ല, കൂവേണ്ട ഒന്നല്ല. കാര്യങ്ങൾ തുറന്നു സംവദിച്ച് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട കാര്യമാണ്. ഗുരുതരമായ കുറേയേറെ പാളിച്ചകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓരോ കാര്യങ്ങൾ. അതിലൊക്കെ തീരുമാനമുണ്ടാവും, അതിലൊക്കെ ഇടപെടും, അതിലൊക്കെ ഗവൺമെൻറ് പരിഹരിക്കാൻ ആവശ്യമായ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ദുരന്തബാധിതരോട് ചേർന്ന് നിന്ന് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കും, പരിഹരിക്കും. മുണ്ടകൈ 203-ാം നമ്പർ ബൂത്തിൽ 289 വോട്ടിൻ്റെ ലീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2, 204 ചൂരൽമല ബൂത്തിൽ 239 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബൂത്തിലെ ഭൂരിപക്ഷം, നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതെല്ലാത്തിനുള്ള മറുപടിയാണ്. അതുതന്നെയാണ്. അപ്പോൾ ജനങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. ആ മറുപടിയാണ് തൻ്റെ ഏറ്റവും വലിയ വയനാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നുള്ളതും കൂടിയാണ് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.